ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ചെറിയ കുക്കിംഗ് വിശേഷങ്ങളൊക്കെ ആയിട്ട് കിച്ചണിലാണ്. അപ്പോൾ ഇന്ന് വലിയ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുക്കിംഗ് വിശേഷങ്ങളൊന്നും കാണിക്കുന്നില്ല. എങ്കിലും ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് എന്നത്തെയും പോലെ തന്നെ നമ്മൾ ചായ റെഡിയാക്കുകയാണ്. പിന്നെ നമ്മൾ പൂരി, ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പൂരിയും അതുപോലെ തന്നെ നമ്മുടെ പൊട്ടറ്റോ ആ ഒരു ബാജി കറി ഉണ്ടല്ലോ, അപ്പോൾ പൂരിയും അതുപോലെ തന്നെ പൊട്ടറ്റോ ബാജിയാണ്. അപ്പോൾ പൂരി നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കുകയാണ്. നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചായയും ഏകദേശം റെഡിയായി വരുന്നുണ്ട്. ഏലക്കയും തേയിലപ്പൊടിയൊക്കെ ഇട്ട് നമ്മുടെ ചായ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് സ്ലോ കുക്കൊക്കെ ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ പൂരി ഓരോന്നോരോന്ന് നമ്മളിതാ എണ്ണയൊക്കെ മാറ്റി ഓരോന്നോരോന്ന് കാസ്ട്രോളിൽ ഇട്ട് വെക്കുകയാണ്. അപ്പോൾ ഒരു വലിയ കാര്യമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കുക്കിംഗ് വിശേഷമൊന്നുമല്ല, വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചെറിയ കുക്കിംഗ് വിശേഷം. അതിനുശേഷം നമ്മുടെ ഫുഡ് കഴിക്കാനായിട്ടുള്ള ഫുഡൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ചൂട് ആയിട്ട് പൂരി പൊരിച്ച് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല ചൂട് പൊട്ടറ്റോ ബാജി കറി. പിന്നെ നമുക്ക് കുടിക്കാനുള്ള ചായയും കൂടെ ടേബിളിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നെന്ന് പറയുന്നത് സൺഡേയിലെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ്. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ തന്നെയാണ്, കുട്ടികളൊക്കെ ആയിട്ട് നമ്മൾ വീട്ടിൽ തന്നെ കൂടുന്ന ഒരു ദിവസമാണ്. നമ്മൾ പുറത്ത് പോവുക എന്ന് പറയുന്നത് ഫ്രൈഡേയ്സിൽ, നമുക്ക് ചെറിയ പർച്ചേസും അല്ലെങ്കിൽ ഔട്ടിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫ്രൈഡേയ്സിലോ അല്ലെങ്കിൽ സാറ്റർഡേയ്സിലൊക്കെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ സൺഡേ എന്ന് പറയുമ്പോഴത്തേനും നെക്സ്റ്റ് ഡേയിൽ സാറായ്ക്ക് രാവിലെ സ്കൂളിലും ഒക്കെ പോകേണ്ടത് കൊണ്ട് തന്നെ നമുക്ക് സൺഡേയ്സിൽ പൊതുവെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാറൊന്നുമില്ല. അപ്പം കുക്കിങ്ങും അതുപോലെ തന്നെ ഹോംലി ഫുഡൊക്കെ കഴിച്ച് വീട്ടിൽ ഇരിക്കൽ തന്നെയാണ് കൂടുതലും സൺഡേയ്സിൽ. അപ്പോൾ ഞാൻ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് 3 പൂരി എടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂരി. നല്ലൊരു സൂപ്പർ കോമ്പിനേഷനാണല്ലോ ഈ ഒരു പൊട്ടറ്റോ ബാജി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കപ്പ് ചൂട് ചായയും അതുപോലെ തന്നെ നമ്മുടെ പൊട്ടറ്റോ കറിയും 3 പൂരിയും കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പൂരി റെഡിയാക്കിയിരിക്കുന്നത് കംപ്ലീറ്റ് ഗോതമ്പ് പൊടിയിൽ തന്നെയാണ്. നമുക്ക് പൂരി ഉണ്ടാക്കുമ്പോഴത്തേനും റവ ആഡ് ചെയ്യാം, അതുപോലെ തന്നെ മൈദ ആഡ് ചെയ്യാം. അങ്ങനെ പല പല രീതിയിൽ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം ഒക്കെ ചെയ്യാമല്ലോ. അപ്പോൾ നമ്മൾ വീട്ടിൽ മാത്രം വീട്ടിൽ ഗോതമ്പ് പൊടിയിൽ മാത്രം റെഡിയാക്കി എടുത്തിരിക്കുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഫ്ലഫി ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള പൂരിയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം പിന്നീട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും ഒരു മാംഗോ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തു. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് സ്ട്രോബെറിയും കൂടെ ഉണ്ടായിരുന്നു. ഇത് അത്യാവശ്യം പുളിപ്പൊക്കെ ആയിട്ടുള്ള സ്ട്രോബെറിയാണ്, എങ്കിലും കുറച്ച് മധുരമുള്ള മാംഗോയും കുറച്ച് പുളിയുള്ള സ്ട്രോബെറി എടുത്തു. പിന്നെ ലഞ്ചിൻ്റെ കാര്യം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല, കാരണം ലഞ്ചിന് നമ്മൾ ഇന്ന് ഒരുപാട് ഐറ്റംസ് ഒന്നും കുക്ക് ചെയ്യുന്നില്ല. കാരണം കഴിഞ്ഞ ദിവസത്തെ കുറച്ച് ലെഫ്റ്റ് ഓവർ കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലഞ്ചിന് ഇന്ന് കാര്യമായിട്ടുള്ള കുക്കിംഗ് ഒന്നുമില്ല. പിന്നെ കുറച്ച് മീൻകറി, കുറച്ച് കുടംപുളിയൊക്കെ ഇട്ട് കുറച്ച് സ്പൈസി ആയിട്ടുള്ള കുറച്ച് മുളകിട്ട മീൻകറി, തേങ്ങ ഒന്നും അരയ്ക്കുന്നില്ല, ചുമ്മാ ലൈറ്റായിട്ട് സിമ്പിളായിട്ടുള്ള കുടംപുളി ഇട്ടിട്ടുള്ള ഒരു കോട്ടയം സ്റ്റൈൽ മീൻകറി വെക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഞാൻ പറഞ്ഞു, ഞാൻ കിച്ചണിലെ ഒരുപാട് ലഞ്ച് കുക്കിംഗ് വിശേഷങ്ങൾ കാണിക്കുന്നില്ല, ഡയറക്റ്റ് ഫുഡ് കഴിക്കാൻ എടുക്കുകയാണ്. അപ്പോൾ ആവശ്യത്തിന് ചോറ് വിളമ്പി അതിലേക്ക് കുറച്ച് ചക്കക്കുരു പൊരിച്ചതും ക്യാബേജ് ക്യാരറ്റ് തോരനും പിന്നെ നമ്മുടെ അയല ഫിഷായിട്ട് അയല പൊരിച്ചതും അതുപോലെ തന്നെ നമ്മുടെ കറി മീൻ കറിയും ഒരു പപ്പടവും ഒക്കെ ചേർത്തിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഉച്ച ഊണ്. അപ്പോൾ കാര്യമായിട്ടുള്ള വിശപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, എങ്കിലും ചെറിയ രീതിയിൽ. പിന്നെ ഇന്ന് ലഞ്ചിൻ്റെ കുക്കിംഗ് അധികം ഉണ്ടായിരുന്നില്ല, കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ച കറികളൊക്കെ തന്നെയാണിത്. അപ്പോൾ അത് കുറച്ച് ഐറ്റംസ് കുറച്ച് ഐറ്റംസ് ഇരുന്നത് കൊണ്ട് ഇന്നുകൊണ്ട് ഐറ്റംസൊക്കെ എടുത്ത് തീർക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ലഞ്ച് കഴിക്കുകയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേരള സ്റ്റൈൽ സിമ്പിൾ ലഞ്ചാണ്. അപ്പം ഞാൻ പിന്നെ പിക്കിളോ ചമ്മന്തിപ്പൊടിയോ കേടോ ഒന്നും എടുക്കുന്നില്ല. ആ മീൻകറിയും ചേർത്തിട്ട് വളരെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ മീൻകറിയും ചേർത്തിട്ട് ഞാൻ ചോറ് കഴിക്കുകയാണ്. ചോറൊക്കെ ഉണ്ടതിന് ശേഷം പിന്നെ മെയിനായിട്ട് മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതെടുത്തത്. നമ്മുടെ റഫല്ലോ എന്ന് പറയുന്ന ഒരു വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുറച്ച് ചോക്ലേറ്റ് എടുത്ത് അത് നമ്മളെല്ലാവരും കൂടി ഷെയർ ചെയ്ത് കഴിച്ചു. പിന്നെ ഇതൊന്ന് ഡോണിട്ട് 2 ഫ്ലേവറിലുള്ള
ഡോണറ്റ്സ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഡോണറ്റ്സ്. അപ്പം അതും നമ്മൾ ചോറ് കഴിച്ചതിന് ശേഷം മക്കൾക്ക് എന്തെങ്കിലും മധുരം വേണമെന്ന് പറഞ്ഞുകൊണ്ട് അത് കൊടുത്തു. പിന്നെ ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേനും നമ്മൾ മാംഗോ ഫ്ലേവറിലുള്ള ഒരു ചെറിയ കപ്പ് ഐസ്ക്രീം, അപ്പോൾ അത് എടുത്തു. പിന്നെ നമ്മൾ മിനി പിസ്സ, നമ്മുടെ കയ്യിൽ കുറച്ച് മിനി പിസ്സ ഉണ്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരം നമ്മൾ ചായക്ക് വേണ്ടിയിട്ട് ഒരു ടീ ടൈമൊക്കെ ആയപ്പോഴത്തേനും ആ പിസ്സ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ വലിയ ടേസ്റ്റി ആയിട്ടുള്ള പിസ്സ എന്നൊന്നും പറയാൻ പറ്റത്തില്ല, ഓക്കെ, ഒരു മിനി പിസ്സ. പിന്നെ അതിനുശേഷം നമ്മളിന്ന് കുറച്ച് ഓണിയൻ റിങ്സ് റെഡിയാക്കി. അതാണ് വൈകുന്നേരം ചായക്ക് വേണ്ടിയിട്ട് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഓണിയൻ റിങ്സ് നമ്മളിതാ ഓയിലിട്ട് ഒന്ന് വറുത്ത് കോരുകയാണ്. അപ്പോൾ ഉള്ളിൽ വളരെ ടേസ്റ്റി ആയിട്ട് പുറമെ നല്ല ക്രിസ്പി ആൻഡ് ക്രഞ്ചി ആയിട്ടുള്ള ആ ഒരു കോട്ടിംഗ് ഒക്കെ കൊടുത്തിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള റിങ്സ്. അപ്പോൾ വൈകുന്നേരം നമ്മളൊന്ന് കിച്ചണിൽ കയറി ചായ വെക്കുന്നുണ്ട്. ചായ പതിയെ ആവുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ചായക്ക് കഴിക്കാനായിട്ട് കുറച്ച് സ്നാക്കായിട്ട് എന്തെങ്കിലും എടുക്കാൻ തോന്നി. അങ്ങനെ നമ്മൾ കുറച്ച് 2-3 ബാച്ചായിട്ട് ഓണിയൻ റിങ്സ് പൊരിച്ച് കൊരുകയാണ്. അപ്പം നമ്മളൊരു ടിഷ്യൂ ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് ഓയിലൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ചായയുടെ കൂടെ നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ്, ഞാൻ പ്രത്യേകിച്ച് മയണൈസും കാര്യങ്ങളൊന്നും അടിക്കുന്നില്ല, അപ്പോൾ ടൊമാറ്റോ കെച്ചപ്പും എല്ലാം കൂട്ടിയിട്ട്, കെച്ചപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല, വളരെ ടേസ്റ്റിയാണ്. പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ള ക്രഞ്ചി ആയിട്ടുള്ള, ഉള്ളിൽ വളരെ റിങ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓണിയൻസ് വെച്ചിട്ട് പുറമേ ഉള്ളിൽ നല്ല സോഫ്റ്റും അതുപോലെ തന്നെ പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ള വളരെ അടിപൊളിയായിട്ടുള്ള ഓണിയൻ റിങ്സ്. പിന്നെ ഒരു ബാച്ച് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ഞാൻ ഇടുകയാണ്. അപ്പം വളരെ ലൈറ്റായിട്ടുള്ളൊരു സ്നാക്കാണല്ലോ ഓണിയൻ റിങ് എന്ന് പറയുമ്പോഴത്തേനും. അപ്പം അത് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഞാൻ വറുത്തെടുക്കുകയാണ്, കാരണം ചായക്ക് നമുക്ക് കുറച്ച് കൂടുതലിരിക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ചായയും കൂടെ വെക്കുന്നുണ്ട്. നല്ല ഏലക്കയും അതുപോലെ തന്നെ തേയിലപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മുടെ ചായയും ഏകദേശം സെറ്റാവുന്നുണ്ട്. അപ്പോൾ ഓണിയൻ റിങ്സ് പൊരിച്ചതിന് ശേഷം കുറച്ച് ചിക്കൻ പോപ്കോണും കൂടെ ആ ഓയിലിൽ ഞാൻ വറുത്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ വൈകുന്നേരത്തെ സ്നാക്കും ടീയും ഒക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കിച്ചണിൽ നിന്ന് ഞാൻ എല്ലാം ടേബിളിലേക്ക് എടുത്ത് മാറ്റി. ഒരു പ്ലേറ്റ് ഓണിയൻ റിങ്സും അതുപോലെ തന്നെ ഒരു പ്ലേറ്റ് ചിക്കൻ പോപ്കോണും. ഇന്ന് ഐറ്റംസൊക്കെ കുറച്ച് സ്പെഷ്യൽ ഐറ്റംസൊക്കെ കുറച്ച് കൂടുതലുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ വീക്കെൻഡൊക്കെ ആകുമ്പോഴത്തേനും നമ്മൾ മക്കളിങ്ങനെ വീട്ടിലിരിക്കുമ്പോഴത്തേനും എന്തെങ്കിലുമൊക്കെ കുറച്ച് അവർ ചോദിക്കുന്നതനുസരിച്ച് എന്തെങ്കിലുമൊക്കെ കൊടുക്കും. ഇത് മെയിനായിട്ട് നമ്മൾ ഈ ഒരു ചിക്കൻ പോപ്കോണൊക്കെ സാറായ്ക്ക് വേണ്ടിയിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പം അങ്ങനെ നമ്മുടെ ഈവനിങ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പം ആ ഒരു ടൊമാറ്റോ കെച്ചപ്പിൽ മുക്കിയിട്ട് ആ ഒരു ഓണിയൻ റിങ് ഒക്കെ കഴിച്ചപ്പോൾ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. വൈകുന്നേരം ആയപ്പോഴത്തേനും ഒരു കപ്പ് ചൂട് ചായ, പിന്നെ നമ്മുടെ സ്നാക്സ്, ചായക്ക് വേണ്ടിയിട്ടുള്ള സ്നാക്കും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈവനിങ് സ്നാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ചൂട് ചായയും കൂട്ടിയിട്ട് നല്ല ചൂട് ചിക്കൻ പോപ്കോണും അതുപോലെ തന്നെ നല്ല ചൂട് ഓണിയൻ റിങ്സും കഴിച്ചു. പിന്നെന്താ രാത്രി ആയപ്പോഴത്തേനും നമ്മളിതാ കുറച്ച് സാമ്പാർ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. സാമ്പാറും ചൂടാക്കി ഇഡ്ഡലിയും സാമ്പാറുമാണ് നമ്മൾ രാത്രി ഡിന്നറിന് വേണ്ടിയിട്ട് കഴിക്കാൻ എടുത്തിരിക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത്. ഒരുപാട് സ്പെഷ്യലായിട്ടുള്ള വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ഒന്നും അല്ല. അപ്പോൾ സൺഡേ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ്. സൺഡേ എന്ന് പറയുന്നത് ഔട്ടിങ്ങും പുറത്തുള്ള പോക്കും കാര്യങ്ങളും ഒക്കെ വളരെ കുറവാണ്. അങ്ങനെ പുറത്തൊക്കെ പോകാറ് വെക്കേഷൻ ടൈമിലൊക്കെയാണ്. അപ്പോൾ ഇപ്പം സ്കൂൾ ടൈമൊക്കെ ആയതുകൊണ്ട് തന്നെ സൺഡേസിൽ നമ്മളങ്ങനെ പുറത്ത് കറക്കം ഇല്ല. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ എൻ്റെ സൺഡേ സ്പെഷ്യൽ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ, എൻ്റെ ടേസ്റ്റി ഡിഷസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണുക. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.